DCB മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കുവാനിരിക്കെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട 4 ഇൻഫോർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, ഡിസംബർ 31 രാത്രി 8 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കുന്നതെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി 10 മണി വരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കൂ. ആശുപത്രികളിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് ജീവനക്കാരെ സംരക്ഷിക്കുവാനായി സർക്കാർ നിയമനിർമ്മാണം നടത്തിയതുപോലെ പമ്പുകളെ സംരക്ഷിക്കുവാനും നിയമനിർമ്മാണം നടത്തണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പമ്പുകളിൽ ഗുണ്ട ആക്രമണവും മോഷണവും പതിവാണെന്ന് സംഘടന പറയുന്നു. പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇന്ധനം നൽകരുതെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇങ്ങനെ ഇന്ധനം നൽകിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് കേന്ദ്ര ഏജൻസികളും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രിയിൽ കുപ്പികളിൽ ഇന്ധനം വാങ്ങാനെത്തുന്നവർ പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണെന്ന് സംഘടന പറയുന്നു. സംസ്ഥാനത്ത് 2000-ഓളം പെട്രോൾ പമ്പുകളുണ്ട്. ഡിസംബർ 31-ന് സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ അടച്ച് സൂചനാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 14 യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രണ്ടാമത്തെ അറിയിപ്പ്, പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കർശന പരിശോധന തുടങ്ങി. കൊച്ചിയിലും തിരുവനന്തപുരത്തും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർമാർ അറിയിച്ചു. കൊച്ചി കാർണിവലിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകൾ എത്തിയാൽ കടത്തിവിടില്ലെന്ന് കൊച്ചി കമ്മീഷണർ പറഞ്ഞു. വൈകിട്ട് 4 മണിയോടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കും. ഡിസംബർ 31 രാവിലെ മുതൽ നഗരത്തിൽ കർശന വാഹന പരിശോധന നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DJ പാർട്ടിക്ക് എത്തുന്നവരുടെ പേരുകൾ രജിസ്റ്ററിൽ സൂക്ഷിക്കണമെന്ന് തിരുവനന്തപുരം കമ്മീഷണർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ തവണ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ 4 ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു. എന്നാൽ ഇവരെ നിയന്ത്രിക്കുന്നതിനുള്ള പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. മുൻവർഷത്തെ വീഴ്ച വിലയിരുത്തിയാണ് ഇക്കുറി പോലീസ് സുരക്ഷാ സംവിധാനമൊരുക്കുന്നത്. 13 DYSPമാരായിരിക്കും സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുക. ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1000 പോലീസിനെ വിന്യസിക്കും. കൊച്ചി നഗരത്തിൽ മൊത്തം 2000-ഓളം പോലീസ് സുരക്ഷയ്ക്കായി ഉണ്ടാകും. പപ്പാനിയെ കത്തിക്കുന്ന പരേഡ് മൈതാനത്ത് 45,000 പേരെയും തൊട്ടടുത്ത മൈതാനത്ത് 80,000 പേരെയുമാണ് ഉൾക്കൊള്ളാനാവുക. അതിലപ്പുറം ആളുകൾ എത്തിയാൽ ആരെയും കടത്തിവിടില്ലെന്ന് പോലീസ് അറിയിച്ചു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ രജിസ്റ്ററിൽ സൂക്ഷിക്കണം. മാനവീയം വീതി, കവടിയാർ, കനകക്കുന്ന്, ശംഖുമുഖം, കോവളം എന്നിവിടങ്ങളിൽ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആളുകളെ കടത്തിവിടുക. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ അത് റദ്ദ് ചെയ്യുവാൻ നിർദ്ദേശം നൽകും. 12 മണിയോടെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കണം. അതിനുശേഷം ബീച്ചിലോ മാനവീയം വീതിയിലോ പ്രവേശനം അനുവദിക്കില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. അടുത്ത അറിയിപ്പ്, ഭാരത് സ്റ്റേജ് 4 അഥവാ BS4 ഇരുചക്ര 3 ചക്ര വാഹനങ്ങളുടെ പുകപരിശോധന കാലാവധി 1 വർഷമാക്കി സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര നിയമം മറികടന്ന് കാലാവധി 6 മാസമായി കുറച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തിരുത്തിയത്. പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരുടെ നിവേദനം പരിഗണിച്ച് 2022 ഓഗസ്റ്റിൽ അന്നത്തെ മന്ത്രി ആന്റണി രാജു നേരിട്ടാണ് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് കാലാവധി 6 മാസമാക്കിയത്. BS4 ഇരുചക്ര 3 ചക്ര വിഭാഗത്തിൽ സംസ്ഥാനത്ത് ആകെ 5 ലക്ഷത്തോളം വാഹനങ്ങളുണ്ട്. അടുത്ത അറിയിപ്പ്, ഓൺലൈൻ ഇടപാടുകൾ സുരക്ഷിതമാക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺലൈൻ പേയ്മെന്റുകൾക്ക് അഡീഷണൽ ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ജനുവരി 1 മുതൽ ഒരു വ്യാപാരിക്കുള്ള ഓരോ ആദ്യ പേയ്മെന്റിനും സേവ് ചെയ്ത കാർഡുകൾക്ക് പോലും നിങ്ങൾ AFA അഥവാ OTP പോലെയുള്ളത് ഉപയോഗിച്ച് സമ്മതം നൽകേണ്ടതുണ്ട്. അതുപോലെ 1 വർഷത്തേക്ക് ഉപയോഗിക്കാത്ത UPI IDകൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർജ്ജീവമാക്കും. അതിനാൽ നിങ്ങൾ കുറച്ചു കാലത്തേക്ക് UPI ആപ്പ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കുന്നതിന് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, പുതിയ സിം കാർഡുകൾ ലഭ്യമാക്കുന്നതിനുള്ള ഡിജിറ്റൽ KYC പ്രക്രിയ ജനുവരി 1 മുതൽ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് സിം കാർഡുകൾക്കായി പേപ്പർ അധിഷ്ഠിത KYC ഉപയോഗിക്കുന്നത് നിർത്തുന്നു. പുതിയ സിം കാർഡുകൾ എടുക്കുമ്പോൾ ഉപഭോക്താക്കൾ ഇനി പേപ്പർ ഫോമുകൾ പൂരിപ്പിക്കേണ്ടതില്ല. പകരം പുതിയ സിം കാർഡുകൾ ലഭിക്കുന്നതിന് ആധാർ അധിഷ്ഠിത ഡിജിറ്റൽ KYC പ്രക്രിയയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.